പ്രിയപ്പെട്ടവരെ നമസ്കാരം. ജനങ്ങൾ കാത്തിരിക്കുന്ന മുഖ്യമന്ത്രി ആരാകണം? കുറേ ദിവസങ്ങളായി നമ്മുടെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള പ്രയത്നത്തിനാണല്ലോ മന്ത്രിസഭയൊക്കെ. ഈ അവസരത്തിൽ ഒരു സുപ്രധാന കാര്യം പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത്. ജോർജ് നെടുമ്പാറ ഇൻസ്പിറേഷൻ ത്രില്ലിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, എൻ്റെ പനിയൊക്കെ കുറഞ്ഞു കേട്ടോ. ക്ഷീണം മാത്രം ബാക്കിയുള്ളൂ. നിങ്ങളുടെ സ്നേഹപൂർവമായ സാമീപ്യവും പ്രാർത്ഥനകൾക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന ഈ സമയത്ത് നമ്മളൊരു വ്യക്തിയെക്കുറിച്ചാകരുത് നമ്മുടെ സംസാരം, മറിച്ച് ഒരു സംസ്ഥാനത്തിൻ്റെ ഭാവിയെക്കുറിച്ചാകണം, അല്ലേ? കാരണമുണ്ട്. ഒരു മുഖ്യമന്ത്രി ശരിയായാൽ എന്തു നന്നാവും? ഒരു നാട് നന്നാവും. ഒരു മുഖ്യമന്ത്രി തെറ്റായാൽ നമ്മുടെ ഒരു തലമുറ തന്നെ ചീത്തയാവും. സംശയമുണ്ടോ? എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആരാണ് മുഖ്യമന്ത്രിയാകുന്നത്? ആരാണ് മുഖ്യമന്ത്രിയാവുന്നത്? ഇപ്പൊ TV തുറന്നു നോക്കിയപ്പോൾ ചോദിക്കുന്ന ചോദ്യം മുഖ്യമന്ത്രി ആരാ, മുഖ്യമന്ത്രി ആരാ? പക്ഷെ ഞാൻ ചോദിക്കുന്ന മറ്റൊന്നാണ്, മുഖ്യമന്ത്രിയാകാൻ അർഹതയുള്ളവർ ആരാണ്? പ്രിയപ്പെട്ടവരെ, മുഖ്യമന്ത്രി എന്നത് ഒരു വലിയ കാറിൽ സഞ്ചരിക്കുന്ന ആളാണോ? ഹേയ്, അല്ലല്ല. ഒരു വലിയ സുരക്ഷാ വലയത്തിൽ നടക്കുന്ന ആളുമല്ല. മുഖ്യമന്ത്രി എന്നത് ഒരമ്മയുടെ കണ്ണീരിന് മറുപടി പറയേണ്ട മനുഷ്യനാണ്. പറയൂ, നിങ്ങൾക്ക് നിഷേധിക്കാനാവുമോ? ഒരു യുവാവിന്റെ പ്രതീക്ഷ തകരാതിരിക്കാൻ കാവൽ നിൽക്കേണ്ട മനുഷ്യനാണ് മുഖ്യമന്ത്രി. ഒരു കർഷകന്റെ ആത്മഹത്യ തടയേണ്ട മനുഷ്യനാണ്. ആണോ? അവനാണ് മുഖ്യമന്ത്രി. ഇന്ന് ജനങ്ങൾ ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താ? നിങ്ങൾ എന്താ ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? പറയൂ. ജനങ്ങൾ ഭയപ്പെടാത്ത ഒരാളെ, അല്ലേ? ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരാളെ. കാരണം ജനങ്ങൾ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഇവൻ നമ്മുടെ ആളാണ് എന്ന് തോന്നിപ്പിക്കണം. ഇവൻ അധികാരത്തിന്റെ ആളാണെന്ന് തോന്നൽ വേണ്ട. ഒരു മുഖ്യമന്ത്രി ആദ്യം നല്ലൊരു മനുഷ്യനായിരിക്കണം, അല്ലേ? ഒരു സുമനസ്സുള്ളവനായിരിക്കണം. മനുഷ്യത്വമില്ലാത്ത ബുദ്ധി എന്തിനെങ്കിലും കൊള്ളാവും. അതൊരു സ്ഥാപനത്തിന്റെ അപകടമാണ്. പാവപ്പെട്ടവന്റെ വീട്ടിൽ കയറുമ്പോൾ അവിടുത്തെ ദാരിദ്ര്യം കണ്ട് ഈ മുഖ്യമന്ത്രിയുടെ മനസ്സ് വിങ്ങണം. ഈ കുടുംബത്തെ ഞാൻ രക്ഷപ്പെടുത്തുമെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കണം. അതാണ് മുഖ്യമന്ത്രി. ഒരു സർക്കാർ ആശുപത്രിയിൽ രാത്രിയിൽ കിടക്കുന്ന രോഗികളെ കണ്ട് മുഖ്യമന്ത്രിയുടെ ഉറക്കം പോകണം, ഉറക്കം കെടണം. ഒരു വിദ്യാർത്ഥി PSC റാങ്ക് നേടി ജോലി കിട്ടാതെ നടക്കുമ്പോൾ അവന്റെ വേദന മുഖ്യമന്ത്രി മനസ്സിലാക്കണം. അതാണ് ഭരണത്തിന്റെ ആത്മാവെന്ന് പറയുന്നത്. പ്രിയപ്പെട്ട, എൻ്റെ വിശ്വാസം അങ്ങനെയാട്ടോ. ഇന്ന് ചിലർ രാഷ്ട്രീയം കാണുന്നത് ബിസിനസ് പോലെയാണ്. തിരഞ്ഞെടുപ്പിൽ മുടക്കിയ പണം അധികാരത്തിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ ഇവർ കാണിക്കുന്ന വ്യഗ്രത നാം എന്നും കാണുന്നുണ്ടല്ലോ. അത് രാഷ്ട്രീയമല്ല, അത് ജനാധിപത്യത്തിന്റെ കച്ചവടമാണ്. ജനാധിപത്യത്തിന്റെ കച്ചവടം. പ്രിയപ്പെട്ടവരെ, ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് സ്വന്തം വീട്, കുടുംബം, കുട്ടികള്, അവന് വേണ്ടി ആൾക്കാര്, സ്വത്ത്, പണം, അതെങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന ചിന്തകളുമായി നടക്കുന്ന കൂപമണ്ഡുവാകണോ? നിങ്ങൾ പറയേ. പിന്നെ എന്താണ് അവൻ ഉയർത്തേണ്ടത്? ഒരു സംസ്ഥാനത്തിന്റെ സാധാരണ മനുഷ്യരെയാണ്. ഈ അവസരത്തിൽ എൻ്റെ ഒരു അനുഭവം കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ഡൽഹി NCR മേഖലകളിലെ കലാപ്രതിഭകളെ, സാംസ്കാരിക പ്രതിഭകളെ അവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കലാ സാംസ്കാരിക പ്രചോദന ഡയറക്ടറിക്ക് ഏതാണ്ട് രൂപം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പൂർണ്ണതയിലൊക്കെ തനിയും അല്പം കൂടി സമയമുള്ള ഈ സമയത്ത് ഞാൻ ഭരണാധികാരികളോട്, നമ്മുടെ മുഖ്യമന്ത്രിമാര്, ഗവർണർമാര് തുടങ്ങിയ വലിയ ഭരണാധികാരികളോട് ഒരു അപേക്ഷ കൊടുത്തു. സാറേ, ഇങ്ങനെയൊരു അധ്വാനമുണ്ട്, ഒരു ആശംസ നൽകണേ. അങ്ങയുടെ ആശംസ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ പ്രോത്സാഹനമാണ്. പ്രിയപ്പെട്ടവരെ, മലയാളം പോലും അറിയില്ലാത്ത ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്താജി ഈ അഭ്യർത്ഥന പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുകയും എന്നെ നേരിട്ട് കാണാനുള്ള സൗകര്യം ഒരുക്കി തരികയും 3 ദിവസത്തിനുള്ളിൽ അവർ അതിൽ ആശംസ കയ്യൊപ്പിട്ട് നൽകുകയും ചെയ്തു. എത്ര പ്രോത്സാഹനമാണ്! നമ്മുടെ മുഖ്യമന്ത്രി നൽകി, ഗവർണർ നൽകി. പക്ഷേ ഡൽഹിയിലെ മലയാളി മന്ത്രിമാർ തിരിഞ്ഞു നോക്കിയില്ല. പല അപേക്ഷകൾ കൊടുത്തു. അവരത് കണ്ട ഭാവമേ നടിച്ചില്ല. ആ കലാകാരന്മാരെയും സാംസ്കാരിക പ്രവർത്തകരെയും പ്രോത്സാഹിപ്പിക്കാനുള്ള ബാധ്യത അവർക്കുണ്ട്. പക്ഷേ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടും
അവർ അനങ്ങുന്നില്ല. പ്രിയവരെ, മറ്റുള്ളവരുടെ വേദനകളും യാതനകളും കണ്ടറിഞ്ഞ് അതിന് ലഘൂകരിക്കാനും ദൂരീകരിക്കാനും ഒരു മന്ത്രിക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് മന്ത്രിയാണ് അവരെന്നാണ് എൻ്റെ ചിന്ത. ഇതെല്ലാം ലോകം അറിയണം. ഒരു മന്ത്രി അവൻ സംസാരിക്കുമ്പോൾ ജനങ്ങൾക്ക് സമാധാനം തോന്നണം. അവൻ തീരുമാനമെടുക്കുമ്പോൾ ജനങ്ങൾക്ക് നീതി കിട്ടണം. അവൻ നടക്കുമ്പോൾ അഹങ്കാരം കാണിക്കാൻ പാടില്ല. കാരണം അഹങ്കാരം കയറുന്നിടത്ത് ജനാധിപത്യം പുറത്തു പോകുമോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു യഥാർത്ഥ മുഖ്യമന്ത്രി വിമർശനത്തെ ഭയക്കേണ്ടതില്ല. കാരണം കയ്യടി പലപ്പോഴും കള്ളമാകാം, ശരിയല്ലേ? പക്ഷെ വിമർശനം പലപ്പോഴും സത്യമാകും. ഇന്ന് സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിയെ പുകഴ്ത്താൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ടി വിയും തുറന്നു നോക്കിയേ, എന്താ മേളം. ഒരുപക്ഷെ ഒരു സാധാരണ മനുഷ്യൻ, സർ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, എനിക്കൊരു പ്രശ്നമുണ്ട്, ദാ ഇവിടെ ഒരു തെറ്റുണ്ട് എന്ന് പറയുമ്പോൾ അത് കേൾക്കാനുള്ള ഹൃദയം മുഖ്യമന്ത്രിക്ക് വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് മഹത്വം. മുഖ്യമന്ത്രി എന്നത് എപ്പോഴും AC റൂമിൽ ഇരിക്കേണ്ട ആളല്ല. മഴയിൽ നനയുന്ന ജനങ്ങളുടെ വിഷമം അറിയുന്നവനാണ് മുഖ്യമന്ത്രി. ഒരു പ്രളയം വരുമ്പോൾ ചെളിയിലിറങ്ങി നിൽക്കാൻ കഴിയണം. ജനങ്ങൾ മരിക്കുമ്പോൾ ഹൃദയത്തിൽ വേദന വേണം. അതാണ് നേതൃത്വം. ഇന്ന് ജനങ്ങൾ അന്വേഷിക്കുന്നത് ഒരു പാർട്ടിക്കാരനെയല്ല. പല പാർട്ടികളൊക്കെ ഉണ്ടാവും. നമുക്ക് എന്താ പാർട്ടി? നമുക്ക് വേണ്ടത് ഒരു രക്ഷകനെയാണ്. കർഷകൻ കരയുമ്പോൾ അവനോടൊപ്പം നിൽക്കുന്ന രക്ഷകനെ. സ്ത്രീ ഭയപ്പെടുമ്പോൾ സുരക്ഷ നൽകുന്നവനായിരിക്കണം. യുവാവ് നിരാശനാകുമ്പോൾ പ്രതീക്ഷ നൽകുന്നവനായിരിക്കണം. അവനെയാണ് ജനങ്ങൾ മുഖ്യമന്ത്രിയാക്കേണ്ടത്. പ്രിയപ്പെട്ട ഒരു സംസ്ഥാനത്തിന്റെ പുരോഗതി ഫ്ലെക്സ് ബോർഡുകൾ അത് ഇങ്ങനെ വ്യാപിപ്പിക്കുന്നതിലല്ല, അതിന്റെ എണ്ണത്തിലല്ല, വിശക്കുന്നവരുടെ എണ്ണം കുറയ്ക്കുന്നതിലാണ്. വലിയ ഉദ്ഘാടനങ്ങളല്ല, ചെറിയ മനുഷ്യരുടെ ജീവിതം മാറ്റുന്നതിലാണ്. ഒരു മുഖ്യമന്ത്രി സ്വന്തം ചിത്രം മതിലുകൾ ഒട്ടിക്കേണ്ട കാര്യമില്ല. ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞാൽ മതിയെന്നേ. ഇന്ന് രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ദാരിദ്ര്യം എന്താ? പണമാണോ? പണത്തിന്റെ കൂടുതലുണ്ട്, ഇന്ന് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ആഹാരത്തിന്റെ കൂടുതലുണ്ട്, പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. പട്ടിണി കൊടുക്കുന്ന ആരും ഭരിക്കുന്നുമില്ല. സത്യസന്ധമുള്ള നേതാക്കൾ എവിടെ? സത്യസന്ധമുള്ള നേതാക്കൾ കുറയുന്നു, ലാളിത്യമുള്ള നേതാക്കൾ കുറയുന്നു, ജനങ്ങളെ കേൾക്കുന്ന നേതാക്കൾ കുറയുന്നു. അതുകൊണ്ടാണ് ജനങ്ങൾ ഇന്ന് നിരാശരാകുന്നത്. പക്ഷേ ഇനിയും പ്രതീക്ഷ മരിച്ചിട്ടില്ല. ജനങ്ങൾ ഇന്നും കാത്തിരിക്കുന്നു. ഒരു മുഖ്യമന്ത്രി വേദിയിൽ നിന്ന് പ്രസംഗിക്കുന്നതിനേക്കാൾ വീതിയിൽ നിന്ന് ജനങ്ങളെ കേൾക്കുന്ന ഒരാളായിരിക്കണം. കയ്യടി ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ജനങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം. അധികാരത്തിന്റെ കസവരയിൽ ഇരുന്നിട്ടും ഹൃദയത്തിൽ വിനയം സൂക്ഷിക്കുന്ന ഒരാൾ, അവനാണ് യഥാർത്ഥ മുഖ്യമന്ത്രി. മാന്യമിത്രങ്ങളെ, ചരിത്രം നമ്മെ ഒരു വലിയ പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. അധികാരത്തിൽ ഇരുന്നവരെ എല്ലാം മഹാന്മാരായിട്ടല്ല ചിത്രീകരിക്കുന്നത്. പക്ഷേ ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിച്ചവർ എപ്പോഴും ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ട്, ചരിത്രത്തിൽ നിലനിന്നിട്ടുണ്ട്. അവസാനമായി ഞാൻ പറയട്ടെ, ഒരു മുഖ്യമന്ത്രി ബുദ്ധിയുള്ളവനായാൽ മാത്രം പോരാ, പിന്നെയോ ഹൃദയമുള്ളവനും കൂടി ആയിരിക്കണം. നിയമങ്ങൾ അറിയാവുന്നവനായി മാത്രം മതിയല്ല, മനുഷ്യനെ അറിയാവുന്നവനും ആയിരിക്കണം. കാരണം ഒരു സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് റോഡുകൾ കൊണ്ടല്ല, ആണോ? മറിച്ച് വിശ്വാസം കൊണ്ടാണ്. ജനങ്ങൾ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഇവൻ നമ്മളെ മറക്കില്ല എന്ന് തോന്നണം. അതാണ് ഒരു ജനകീയ നാഥന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവർ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തട്ടെ. മികച്ച മുഖ്യമന്ത്രിയെ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയട്ടെ എന്ന് പ്രത്യാശ കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.